ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സോൾഡറിങ് പ്രാക്ടീസാണ്. ഞാനിവിടെ ഒരു സോൾഡറിങ് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന PCB. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു PCB ആണ്. അപ്പോൾ ഇതിൽ കമ്പോണൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക്കലി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കമ്പോണൻസ് 1 by 1 ആയിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. ആദ്യമായിട്ട് നമുക്ക് റെസിസ്റ്റർ പോലെയുള്ള കമ്പോണൻസ് ഇൻസേർട്ട് ചെയ്യാം. അതാകുമ്പോൾ കൂടുതൽ PCBയിലേക്ക് കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചേർന്നിരിക്കുന്ന ഒരു കമ്പോണൻസ് ആയതുകൊണ്ട് അത് നമുക്ക് ആദ്യമേ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. PCBയിലെ മാർക്കിംഗ് അനുസരിച്ച് ഓരോരോ കമ്പോണൻസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അത് കറക്റ്റ് ആയിരുന്നില്ല, ഹോളിൻ്റെ സ്പെസിഫിക് ആയിട്ടല്ല അത് മടക്കിയിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അത് ആകാത്തത്. നമുക്ക് 1 by 1 ആയിട്ട് റെസിസ്റ്ററിന് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല, അതിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഹോളിൻ്റെ ലെവലിലേക്കായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ഓഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കറണ്ട് പോകുമോയെന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ലെഗ്സ് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ്, കമ്പോണൻസ് ഊരിപ്പോകാതെ. ഇനി നമുക്ക് ഇത് സോൾഡറിങ് സ്റ്റാൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ പ്രത്യേകം ഫ്ലെക്സ് യൂസ് ചെയ്യുന്നില്ല, നമ്മളുടെ ലെഡിൽ തന്നെയുള്ള ഫ്ലെക്സ് വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാതെ തന്നെ സോൾഡർ ആകുന്നുണ്ട്, എക്സ്ട്രാ ഫ്ലക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. തമ്മിൽ ഷോർട്ടാവാതെ ശ്രദ്ധിക്കണം. ലീഡ്സ് ഷോർട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്ത ലീഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ട്രാൻസിസ്റ്റർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ എമിറ്റർ ബേസ് കളക്ടർ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റായിട്ടുള്ള സ്പേസ് ഫ്ലാറ്റായിട്ട് വരച്ചിരിക്കുന്ന അതുപോലെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ട്രാൻസിസ്റ്ററും കൃത്യമായി തന്നെ ഇറക്കി വയ്ക്കുക.
ചെറുതായിട്ട് കാലുകളൊന്ന് മടക്കി കൊടുക്കുകയാണ്, കമ്പോണൻസ് ഊരിപ്പോകാതെ. ഇനി ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 കപ്പാസിറ്റേഴ്സാണ്. അത് നമുക്ക് നെഗറ്റീവ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉള്ളതുകൊണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നെഗറ്റീവിലേക്ക് നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പാസിറ്ററും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ തന്നെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സോൾഡർ ചെയ്ത പാർട്ട്. ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അടുത്തായി നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത് 2 LEDs ആണ്. അപ്പോൾ നീണ്ട ലെഗ് പോസിറ്റീവ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. യെസ്, ഈ ഫ്ലാറ്റ് സ്പേസാണ് നെഗറ്റീവ്. അപ്പോൾ അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലൂ LED-യും ഒരു റെഡ് LED-യുമാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. LED കറക്റ്റ് ലെവലിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്ത ലെഗ് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പെർഫെക്റ്റായിട്ട് സോൾഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ലീഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് ആവശ്യമായൊരു കേബിൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിൽ VCC ഗ്രൗണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് ഗ്രൗണ്ട് ഞാൻ ബ്ലാക്കും VCC വൈറ്റ് കേബിളുമാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സോൾഡറിങ് കറക്റ്റായെന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊന്നും കാണാനില്ല. എക്സ്ട്രാ ഫ്ലക്സ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കളയാം, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഓക്കെ, തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. നമുക്കിതിന് പവർ സപ്ലൈ ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.